വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. കത്തിൽ IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ എന്നിവരുടെ പേരുകളുമുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ അയച്ച കത്തിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ടെന്നും പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, എന്താണ് മറ്റു വിവരങ്ങൾ? അർജുനിലേക്ക് വരാം. നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിലാണ് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ അയച്ച കത്തിൽ ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, വലിയ കോലിളക്കം സൃഷ്ടിച്ചതായിരുന്നു NM വിജയന്റെ ആത്മഹത്യ. തുടർന്ന് നടന്ന അന്വേഷണം, അതേ തുടർന്ന് പിന്നീട് വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. കുടുംബം പോലീസിന് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ കത്തിൽ IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അച്ചപ്പൻ എന്നിവരുടെ പേരുകളാണ് പരാമർശിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് IC ബാലകൃഷ്ണൻ നിയമനങ്ങൾക്കായി പണം വാങ്ങി 50 കൊല്ലം കോൺഗ്രസിനായി ജീവിതം തുലച്ചു എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ മരണക്കുറിപ്പായി K സുധാകരനും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് പുറത്തുവിടാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കത്തും പറയുന്നു. ഈ കത്തിന്റെ ഉള്ളടക്കവും ഈ ഇത്തരത്തിൽ തന്നെയാണ്. പണം വാങ്ങിയെന്നും തന്നെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുള്ള കത്തുകളാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സ്ഥലം പോലും വിൽക്കാനാവാത്ത സ്ഥിതിയിലാണുള്ളത്. ഈ 4 കത്തുകൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കടക്കം ഈ കത്തുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുവാനുണ്ട്. അതായത് ഈ കത്തുകൾ 4 പേർക്ക് അയച്ച കത്തുകളുണ്ട്. ആ കത്തുകളിൽ എന്താണ് പറയുന്നത് എന്ന് വേണം കൃത്യമായി മനസ്സിലാക്കാൻ. ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ കത്ത് എന്ന് പറയുന്നത്, ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ 4 പേർക്ക് താൻ കത്ത് അയച്ചിട്ടുണ്ട്. തന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്കടക്കം ഇത്തരത്തിൽ കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ആ കത്തുകൾ ഇതുവരെയും പുറത്തു വന്നില്ല. അതായത് ഇവർക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ അടക്കം കൊടുത്തിട്ടുള്ള കത്തുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അത്തരത്തിൽ KPCC പ്രസിഡന്റിന് കൊടുത്ത കത്തുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് നമുക്ക് പുറത്തുവിടാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ 17 ലക്ഷം കോഴ നൽകിയെന്ന ആരോപണം ഉന്നയിച്ച താമരശ്ശേരി ഐസക്കിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇദ്ദേഹവും ഒരു മൊഴി നൽകിയിരുന്നു. ഈ ഐസക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി 17 ലക്ഷം കോഴ നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരാണ് ഓരോ തവണയും ഇത്തരത്തിൽ മൊഴി നൽകുവാൻ, അതായത് തങ്ങൾ പണം നൽകിയിട്ടുണ്ട്, തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്, ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കത്തും ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തലുണ്ട്. അതായത് ഈ ആത്മഹത്യാ ശ്രമത്തിന് മുൻപ് ഇദ്ദേഹം കൂടുതൽ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അവരോട് തന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും കോൺഗ്രസ് നേതാക്കൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും ഇതിൽ പറയുന്നത് IC ബാലകൃഷ്ണന്റെ പേരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചൻ എന്നിവരുടെ പേരുകളുമാണ് പരാമർശിക്കുന്നത്. IC ബാലകൃഷ്ണൻ നിയമനങ്ങൾക്കായി പണം വാങ്ങിയതായും ഇതിൽ പറയുന്നത്. അതായത് കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട കരാർ രേഖയിലും അത് തന്നെയാണ് പറയുന്നത്. കൃത്യമായി തന്നെ IC ബാലകൃഷ്ണൻ പണം വാങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മകന്റെ നിയമനത്തിന് വേണ്ടി പിതാവിൽ നിന്നും 30 ലക്ഷം വാങ്ങി എന്ന് പറയുന്ന ഒരു കരാർ രേഖ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു 17 ലക്ഷം കോഴ നൽകിയെന്ന് ആരോപിച്ച് ഐസക് എന്ന് പറയുന്ന ഒരാള് രംഗത്ത് വന്നത്. ഇദ്ദേഹവും ഇതിനു മുൻപ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അത്തരത്തിൽ ഉള്ള ഈ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഈ കത്തെല്ലാം പുറത്തു വന്നതോടുകൂടി പിന്നീട് ഇയാളെ ഈ ഒരു NM വിജയനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ NM വിജയനെ ഒറ്റപ്പെടുത്തുകയും തുടർന്ന് ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഈ NM വിജയന്റെ തലയിൽ വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തിന് അല്ലാതെ തന്നെ പേഴ്സണലായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള
കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഏകദേശം 1 കോടിയോളം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് വെറും 3 ബാങ്കുകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചത്. ഇനി 13 ബാങ്കുകളാണ് ആകെ പരിശോധിക്കാനുള്ളത്. അതിൽ 3 ബാങ്കുകൾ പരിശോധിച്ചപ്പോഴാണ് 2 ബാങ്കുകളിൽ മാത്രമായി ഇദ്ദേഹത്തിന് 1 കോടിയോളം രൂപ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതിൽ പിന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് പുറത്തു വന്നിട്ടുള്ളത്. തന്റെ മകനോടടക്കം താൻ ക്ഷമ ചോദിക്കുന്നു, അതായത് തനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്നുള്ളതടക്കം പുറത്തു വരുന്നത്. അതിനുശേഷമാണ് ഈ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചത്. പോലീസിന് ശേഷം കേസ് വിജിലൻസ് അന്വേഷിക്കുന്നു. ആ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മരണക്കുറിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ കുടുംബം പുറത്തുവിടുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പുകൾ കുടുംബം പോലീസിനെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ലഭിക്കേണ്ടത് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ച കത്തുകളാണ്. ആ കത്തുകളിലായിരിക്കാം കൃത്യമായി എത്രയൊക്കെ രൂപ മുടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുക. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.